ഒരിക്കൽ സ്വഹാബിമാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യം ഏതാണ്? തൻ്റെ കൈകൊണ്ടും നാവുകൊണ്ടും മറ്റൊരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കലാണ് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ ആരാധനാ കർമ്മമാണെന്ന് പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം ഉത്കൃഷ്ടമാകുന്നതിനനുസരിച്ചാണ് മനുഷ്യൻ മതവിശുദ്ധി കൈവരിക്കുന്നത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അഭിപ്രായപ്പെട്ടത്. ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനും പരദൂഷണം കൊണ്ട് അവരുടെ മാംസം ഭക്ഷിക്കാതിരിക്കാനും നിന്നോട് ദീൻ കൽപ്പിക്കുന്നുണ്ട്. ഗീബത്തും നമീമത്തും പരത്തി അഭിപ്രായ ഭിന്നതകൾ സൃഷ്ടിക്കാതിരിക്കാനും ഇബ്ലീസിന്റെ ഉറ്റ തോഴനായി മാറാതിരിക്കാനുമാണ് മതത്തിന്റെ താല്പര്യം. കച്ചവടത്തിൽ കള്ളസത്യം ചെയ്യാതിരിക്കാനും വഞ്ചന കാണിക്കാതിരിക്കാനും നിന്നോട് മതം അനുശാസിക്കുന്നുണ്ട്. അയൽവാസികളെ ഉപദ്രവിക്കാതിരിക്കാനും മാതാപിതാക്കൾ വാർദ്ധക്യാവസ്ഥയിൽ എത്തുന്നതോടെ അവർക്കൊപ്പം ചേർന്നിരിക്കാനും സഹോദര സഹോദരിമാരോട് ഇമ്പത്തിൽ ഇടപഴകാനും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. വീട്ടുജോലിക്കാർ, കെട്ടിട തൊഴിലാളികൾ തുടങ്ങി അള്ളാഹു മാത്രം തുണയായുള്ള സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ ഒരിക്കലും അമർഷം കാണിക്കുകയോ വിദ്വേഷം പ്രകടിപ്പിക്കുകയോ ചെയ്യരുത്. ഏത് വലിയവനോടും ചെറിയവനോടും നന്നായി പെരുമാറുക.